നമ്മളിപ്പോൾ ഗോവയിലെ ബാഗ ബീച്ചിലാണ്. സോ ഹലോ ഗൈസ്. സോ നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പാർട്ടി ക്യാപിറ്റൽ ഗോവ. സോ നമ്മുടെ ജേണി നമ്മുടെ മണാലിയിൽ നിന്ന് റിട്ടേൺ ട്രെയിൻ കയറി നമ്മൾ നേരെ ഇപ്പോൾ ഗോവയിൽ വന്നു. ഗോവയിൽ വന്ന് ഇപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഗോവയിലുണ്ടാവും. ഗോവയിലെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ വീഡിയോസിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇപ്പോൾ നമ്മളിവിടെ ആറോമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിലാണ്. നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. സോ ഇതാണ് ബീച്ച്. നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരമായി നമ്മളിവിടെ റീച്ചായി ഫ്രഷപ്പായി നമ്മൾ നേരെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഗോവയിലെ വിശേഷങ്ങളായിട്ട് കാണാം. ഗോവൻ മീൻപിടുത്തം പൂരി. ഇല്ല ഗോവയിലെ മദ്യത്തിൻ്റെ വില കേൾക്കണം. എന്തായാലും കേട്ടിട്ടുണ്ടാവും, എന്നാലും ഏതാണ് ചോദിക്കുന്നത്. നമ്മൾ ഗോവയിലെ മദ്യത്തിൻ്റെ വില ചീപ്പാണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ എത്രയാണെന്ന് അറിയില്ലല്ലോ. ഇന്ന് ചോദിച്ചു നോക്കാം. കൊറോണ ബിയർ ഇത് ഇവിടെ 100 രൂപയുള്ളൂ. ഈ ഒരു ബോട്ടിലിന് 300 രൂപയാണ് നമ്മളവിടെ ഒരു ബോട്ടിലിന്. നമ്മുടെ അവിടുത്തെ ചെറിയ ചെറിയ സാമ്പിൾ ബോട്ടിൽസ് പോലത്തെ പല പല കമ്പനിയുടെ പല ബ്രാൻഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. എല്ലാം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ഫ്ലേവറൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ കിട്ടും. ഒരു ചെറിയ ചാലഞ്ച്. ഈ ഒരു ബോട്ടിലെ പ്രൈസ് ഇത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോട്ടിലെ പ്രൈസ് നിങ്ങൾ ഗസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഞാൻ തരാം. കമൻറ്റ് ബോക്സിൽ പറയും ഈ ബോട്ടിലെ പ്രൈസ് എത്രയാണെന്ന് ഗസ് ചെയ്തോ. നമ്മളിപ്പോൾ ഗോവയിലെ ബാഗ ബീച്ചിലാണ്. പരിപാടിയൊന്നും സ്റ്റാർട്ടായിട്ടില്ല, സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ബീച്ചിൽ കാറ്റ് കൊള്ളാറിങ്ങി. കാറ്റുകൊണ്ട് ബീച്ചുകളായ ബീച്ച് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതെ, ആറോമൽ ബീച്ച് പോയി, ഇപ്പോൾ ബാഗ ബീച്ച്, ഇനി പഞ്ഞൂര ബീച്ചിനോട് പോകാൻ പോകും. പാർട്ടികളും പരിപാടികളെല്ലാം രാത്രി. അതെ, എല്ലാ പരിപാടിയും ഗോവ ഓണാവുന്നത് രാത്രിയാണ്. നമ്മൾ ഓണാവുന്നത് രാത്രിയാണ്. അപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ കാണാം. സോ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ അഞ്ജുന ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഗോവയിൽ ഒരുപാട് ബീച്ചുകളുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പം അങ്ങനെ പതുക്കെ ഓരോരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സെറ്റാണല്ല. ഇവിടെ മദ്യപാനം അറിയാലോ, ഇഞ്ചറി ടു ഹെൽത്ത്. മദ്യപിക്കുക, ഫുഡ് കഴിക്കുക ഭയങ്കര എക്സ്പെൻസാണ്. നല്ല എക്സ്പെൻസാണ്. നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു ചെറിയൊരു നമ്മുടെ കൈവത്തി വലിപ്പമുള്ള ഒരു മീനിന് വില ചോദിച്ചപ്പോൾ 1500 രൂപയൊക്കെ പറയുന്നത്. നമ്മളവിടെ 300-400 രൂപ കൊടുത്താൽ അതിൽ നല്ല മീൻ കിട്ടും, ഫ്രഷ് മീൻ കിട്ടും. പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല, അത് ടൂറിസ്റ്റ് അവരുടെ ജീവിതമാർഗ്ഗമാണ്. ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സ്കാമുകളും കാര്യങ്ങളും സുലഭമായിട്ട് സ്കാമുണ്ട്. സോ ആരും അതിനൊന്നും പോയി പെടാതിരിക്കുക. അതെ, കാരണം നമ്മൾ ഇതേപോലെ സ്കാം ചെയ്യാൻ വേണ്ടി 1-2 ടീമുകൾ വന്നായിരുന്നു. വാട്ടർ റൈഡ്, മറ്റേ റൈഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം റിസർച്ച് ചെയ്യുക. എല്ലാവരും അല്ല, നല്ല ഓഫർ കൊടുക്കുന്ന നല്ല ആളുകളും ഉണ്ട്. ബെറ്റർ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. സോ ഇപ്പോൾ ബീച്ചിലെ പരിപാടികളും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ. പിന്നെ എവിടെയാണ് പരിപാടി കാര്യങ്ങളെന്നുള്ളത് അന്വേഷിച്ച് ഇറങ്ങണം. ഇനിയിപ്പോൾ ഇന്ന് ഫുള്ള് നൈറ്റ് ലൈഫിൻ്റെ ഡേ ആണ്. സോ ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ദിവസം ഫുള്ള് നമ്മൾ ലോക്കൽ സൈറ്റ് സീയിങ്ങും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉറക്കവും കാര്യങ്ങളൊക്കെ തന്നെ പോയത്. കാരണം ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയൊക്കെ നല്ല വീക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നൈറ്റ് ലൈഫിൻ്റെ ഡേ ആണ്. സോ ഇവിടുത്തെ ഗോവൻ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് കാണിക്കാം.
സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ജേണി ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. സോ പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. ഈ ഒരു ജേണി മാത്രം, അതെ, ഒരുപാട് ജേണി ആയിട്ട് നമ്മൾ ഇനിയും വരും, ഇനിയും വീഡിയോസ് ഉണ്ടാവും. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക്. നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എപ്പോഴും വീഡിയോസ് കാണുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു ചെറിയ ഗിവവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗിവവേ അല്ല, ചെറിയൊരു ഗിഫ്റ്റ്. അത് ചെറിയൊരു നമ്മുടെ ഒരു ഇതെന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ സന്തോഷം. അതെ, ഗിവവേ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതെ, അത് നമ്മൾ പിടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനലിലെ മെയിൻ ഗിവവേ, ഫസ്റ്റത്തെ ഗിവവേ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. അതാരും മറക്കണ്ട. സോ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു ഗിവവേയുടെ അപ്ഡേറ്റ്, ഗിവവേ അല്ല, ജസ്റ്റ് ഒരു ആ ഒരു ഗിഫ്റ്റിൻ്റെ അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും നമ്മൾ ത്രൂ ഔട്ട് വീഡിയോസ് ചെയ്യുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സേ ആവുന്നുള്ളെങ്കിലും നമ്മൾ ഈ ഗിവവേ എന്തായാലും കൊടുക്കും. അതെ, ഇത് ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മുടെ ഫസ്റ്റ് ജേർണി സ്റ്റാർട്ടായി. നമ്മുടെ ഫസ്റ്റ് ഇവിടെ ജേർണി ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ആ ഒരു ജേർണി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വേറെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. സോ അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നേ ഓരോ യൂട്യൂബേഴ്സും, ഇപ്പോൾ കാർത്തിക് സൂര്യ അങ്ങനെയുള്ള നല്ല നല്ല വലിയ യൂട്യൂബേഴ്സ് എല്ലാവരും ആദ്യം ചെയ്യുമ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് ഞങ്ങൾക്കും ഉണ്ട് ഒരുപാട്. അതെ, ഒരുപാട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സംസാരിക്കണം, എങ്ങനെ ലൈറ്റ് ഉള്ളിടത്ത് പോകണം, എങ്ങനെ ശബ്ദം നോക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എഡിറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ, ഒരുപാട് പോരായ്മകൾ നമ്മുടെ ഞങ്ങൾ നികത്തും. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും, ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സ് തന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞ 1000 അത് ചെയ്തിട്ടില്ല ആരും. ചെയ്യാം, എല്ലാവരും തിരക്കുകളും കാര്യങ്ങളും കൊണ്ടല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനി വരും. സോ അപ്പോൾ ഇനി കാണുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ്